എം സ്വരാജ് വരൂ, നിലമ്പൂരിനെ രക്ഷിക്കൂ, പ്രതിപക്ഷത്തിന്റെ ആഗ്രഹമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കം പറഞ്ഞ് അങ്ങനെ വിളിച്ചു വരുത്തിയതാണ് എം സ്വരാജിനെ. ചിലർ പറയുന്നു ആളില്ലാത്തത് കൊണ്ട് സ്വരാജിന്റെ തലയിലേക്ക് CPM ഇത് കെട്ടിവെച്ചതാണെന്ന്. സംഭവം എന്തു ആയിക്കോട്ടെ, സ്വരാജ് വന്നു. ഇപ്പോ അൻവർ വഴി ഇപ്പോ റിയാസിനെ അടുത്ത മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിക്കാനുള്ള എല്ലാ കളികളും പിണറായി കളിച്ചു. അതിൽ ഒരുപാട് പേരെ ഒതുക്കി, ജനകീയരായിട്ടുള്ള പലരെയും ഒതുക്കി ഒരു ഭാഗത്തേക്ക് ഇട്ടു. ഇനി സ്വരാജ് പൊങ്ങി വരുമോ എന്നുള്ള ഭയം പിണറായിയെ വല്ലാതെ അലട്ടി. അപ്പോഴാണ് അൻവർ നിലമ്പൂരിൽ എന്താ പറയാ, രാഷ്ട്രീയ ജീവിതം ഉപേക്ഷിച്ച് വനവാസത്തിലേക്ക് പോകുന്ന നിലയിലേക്ക് എത്തിയത്. അത് കഴിഞ്ഞതിന് ശേഷം അവിടെ ആരുമില്ലാത്തപ്പോൾ ബുദ്ധി ഉദിച്ചു, സ്വരാജിനെ അങ്ങോട്ടേക്ക് തള്ളാം. പക്ഷെ സ്വരാജ് തോൽക്കും, അതുവഴി ഒതുക്കാമെന്നാണ് കരുതിയത്. പക്ഷെ ഇപ്പോൾ വൻ ഭൂരിപക്ഷത്തിൽ സ്വരാജ് വിജയിക്കും എന്നുള്ള വിവരങ്ങൾ, അൻവർ വഴി സ്വരാജ് വിജയിച്ച് MLA ആകും എന്നാണ് പറയുന്നത്. ഇത് പിണറായിക്കുള്ള പണിയാണോ UDFനുള്ള പണിയാണോ? സ്വരാജ് സ്ഥാനാർത്ഥിയാകുമ്പോൾ സ്വരാജ് പ്രഖ്യാപിച്ചത് എന്താണ്? പ്രതിപക്ഷത്തിൻ്റെ കൂടി അംഗീകാരമുള്ള സ്ഥാനാർത്ഥി. കാരണം മാങ്കൂട്ടത്തിൽ അംഗീകരിക്കുകയും അങ്ങനെ സ്വരാജിനെ വിളിച്ചു വരുത്തുകയും അങ്ങനെ വളരെ രസകരമായിട്ടുള്ള രീതിയിൽ ഈ തെരഞ്ഞെടുപ്പ് ട്വിസ്റ്റ് ചെയ്ത ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇതെങ്ങനെ മാറും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ പക്ഷേ നമുക്കറിയാവുന്നൊരു കാര്യം, അൻവർ ഒതുങ്ങുന്നില്ല. ഇന്നലെയും മിനിയന്നാളുമൊക്കെ അൻവർ അവശനായി കിടക്കുകയായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ എഴുന്നേറ്റ് സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് ശേഷം അദ്ദേഹത്തിന് നല്ല ബൂസ്റ്റർ കിട്ടിയതുപോലെ എഴുന്നേറ്റ് ഇന്ന് പത്രസമ്മേളനം നടത്തുകയാണ്. ആ പത്രസമ്മേളനത്തിൽ പ്രധാനപ്പെട്ട ഒരു വാചകം ഇതാണ്: അധിക പ്രസംഗം അവസാനിപ്പിക്കില്ല, അൻവറാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അൻവർ വീണ്ടും പ്രസംഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അൻവർ പറയുന്നത് UDFിൽ എനിക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു, ഞാനിനി UDFിലേക്ക് ഇല്ല എന്നാണ് അവർ. പറയാതെ പറയുന്ന മറ്റൊരു കാര്യം കൂടെ ഉണ്ട്, സതീശൻ ഇല്ലെങ്കിൽ UDFിലേക്ക് വരാം. അതായത് അൻവർ ഇപ്പോൾ UDFിനോട് പറയണത്, നിങ്ങൾ സതീശനെ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റും, സതീശനെ മാറ്റി നിർത്തിയാൽ ഞാൻ വരാം. അങ്ങനെ പറയാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഒരു ശബ്ദം അദ്ദേഹത്തിന് ലഭിച്ചത് ഈ പ്രതിപക്ഷം തന്നെ എം സ്വരാജിനെ സ്ഥാനാർത്ഥിയേക്ക് ക്ഷണിച്ച് കൊണ്ടുവരികയും സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തതോടുകൂടിയാണ്. അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെ സംസാരിക്കില്ലായിരുന്നു. കാരണം അദ്ദേഹത്തിന് ഒരു പ്രസക്തിയുമില്ലാത്ത രീതിയിലേക്ക്, എന്നുവെച്ചാൽ അദ്ദേഹത്തിന് പ്രസക്തി ഉണ്ടാകാതിരിക്കുന്നതാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിന് നല്ലത്. കാരണം ഏറ്റവും വലിയ ഒരു അവസരവാദി എന്ന് പല രീതിയിലും തെളിയിക്കുകയും പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്ന അൻവറെയാണ് നമ്മൾക്ക് കാണാനായിട്ട് പറ്റുന്നത്. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹം നടത്തിയ പത്രസമ്മേളനങ്ങൾ ഇങ്ങനെ മറിഞ്ഞ് പോകുന്ന തരത്തിലുള്ളതായിരുന്നു. ഇപ്പോഴും ഈ പത്രസമ്മേളനത്തിൽ നിന്ന് ഒരു കാര്യവും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല. കാരണം എം സ്വരാജിനെ അദ്ദേഹം വിശേഷിപ്പിച്ചത് പിണറായിസത്തിൻ്റെ പ്രതീകം എന്നാണ്. പിണറായിസം ആരിലൂടെ വരുന്നു? സ്വരാജിലൂടെ വരുന്നു. ഒന്ന്. രണ്ട്, എം സ്വരാജ് എവിടെയായിരുന്നു പ്രളയകാലത്ത് അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് മറ്റൊരു ചോദ്യം. മൂന്നാമത്തെ ചോദ്യം, പ്രളയത്തിൻ്റെ ഫലമായിട്ട് ദുരന്തങ്ങൾ അനുഭവിച്ചവർക്ക് വീടെല്ലാം വെച്ചു കൊടുത്തത് സമുദായ സംഘടനകളായിരുന്നു, സർക്കാരല്ല എന്ന് ഇപ്പോഴാണ് അദ്ദേഹം പറയുന്നത്. 2021 അദ്ദേഹത്തിൻ്റെ പ്രസംഗം നമ്മൾ കേട്ടിരുന്നെങ്കിൽ എല്ലാം ചെയ്തിരുന്നത് സർക്കാരാണ്, അതിനു വേണ്ടിയിട്ട് ചുക്കാൻ പിടിക്കുന്ന ഒരാളാണ് അൻവർ എന്നായിരുന്നു. അപ്പോൾ അൻവറിന് തോന്നുന്ന സമയത്തൊക്കെ അൻവറിന് തോന്നുന്ന കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് പൊതുവേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ അൻവറിൻ്റെ ഒരു ഫാക്ടറുണ്ട്, അൻവറിന് കുറേ വോട്ടുകൾ അവിടെയുണ്ട് എന്നുള്ളത് ശരിയാണ്. അദ്ദേഹത്തിൻ്റെ പണത്തിൻ്റെ സ്വാധീനത്തിൻ്റെ, അദ്ദേഹത്തിൻ്റെ മറ്റ് തരത്തിലുള്ള ബിസിനസ് താല്പര്യങ്ങളുടെ ഒക്കെ സ്വാധീനത്തിൽ നിൽക്കുന്ന കുറേ വോട്ടുകൾ, ആ വോട്ടുകൾ മിക്കവാറും SDPI കൂട്ടിക്കിഴഞ്ഞ് കിടക്കുകയാണ് ചെയ്തത്. ഈ കഴിഞ്ഞ ദിവസം SDPI സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു അല്ലേ? അങ്ങനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുക. SDPIയുടെ സ്ഥാനാർത്ഥി അവിടെയുണ്ട്. അൻവർ ഫാക്ടർ അതിനൊപ്പം ആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ UDF തോറ്റുപോകും. അങ്ങനെ UDF തോറ്റുപോകുമ്പോൾ അവിടെ വിജയിക്കുന്നത് LDF ആണ്, എം സ്വരാജാണ് വിജയിക്കുന്നത്. എം സ്വരാജിനെ ഒതുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ കൊണ്ടുപോയി നിർത്തിയത് എന്ന് ആരോപണത്തിന് ഒരു പ്രസക്തിയില്ലാതായിത്തീരും. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ എം സ്വരാജ് ജയിച്ചാൽ അത് വലിയ ഒരു ഹീറോയിസം അദ്ദേഹത്തിന് ഉണ്ടാക്കി കൊടുക്കും. കാരണം വളരെ ധീരമായ രീതിയിൽ രാഷ്ട്രീയമായിട്ടുള്ള തെരഞ്ഞെടുപ്പിലേക്കാണ് അദ്ദേഹം വരുന്നത്. കാരണം ഇതുവരെ ഈ നിലമ്പൂർ എന്ന് പറയുന്ന നിയോജകമണ്ഡലത്തിൽ LDF തെരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ നിൽക്കുന്ന സമയത്ത് LDFിൻ്റെ കാഴ്ചപ്പാട് എന്തായിരുന്നു? എങ്ങനെയും മണ്ഡലം പിടിക്കുക, അതിന് ഏത് ചെകുത്താനെയും കൊണ്ട് നിർത്തുക എന്നുള്ളതായിരുന്നു.
അങ്ങനത്തെ ഒരു ചെകുത്താനായിരുന്നു ആര്? അൻവർ. അൻവർ. ആ ചെകുത്താൻ എന്ത് ചെയ്തു? മത്സരിച്ചു, ജയിച്ചു. അങ്ങനെ CPM-ൻ്റെ ഒരു തന്ത്രം വിജയിച്ചതിൻ്റെ പ്രതീകമായിട്ടാണ് ഇതുവരെ അൻവർ നമ്മൾ കണ്ടിരുന്നത്. പക്ഷേ ഈ തിരഞ്ഞെടുപ്പിൽ തന്ത്രമൊന്നുമല്ല LDF ഒരുക്കുന്നത്. നേരിട്ട് എന്ത് ചെയ്യാണ്? രാഷ്ട്രീയ ഫൈറ്റിന് തയ്യാറാവുകയാണ് ചെയ്യുന്നത്. കാരണം പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് മെമ്പറെ കൊണ്ടൊന്ന് മത്സരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ജയിക്കുമെന്ന് യാതൊരുവിധമായിട്ടുള്ള ഉറപ്പില്ലാത്ത ഒരു മണ്ഡലത്തിൽ, ജയിക്കാൻ ഒരു സാധ്യതയില്ലാത്ത മണ്ഡലം എന്ന് വിലയിരുത്തപ്പെടുന്നത് കൊണ്ടാണ് പിണറായി വിജയൻ M സ്വരാജിനെ ബലികൊടുക്കാൻ തീരുമാനിച്ചത് ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയതാണ് എന്ന് പലരും പറയുന്നതിൻ്റെ അർത്ഥം. അങ്ങനെ ബലികൊടുത്ത് ഒരു നേർച്ചക്കോഴിയാക്കി മാറ്റിയാൽ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ മരുമകന് വീണ്ടും ഉയർന്നു വരാനായിട്ട് കഴിയുകയുള്ളൂ എന്ന് പറയുന്ന ആരോപണം അങ്ങനെയാണ് ഉയർന്നു വരുന്നത്. പക്ഷെ ഞാനിതിനെ രാഷ്ട്രീയമായിട്ടിനെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ തെരഞ്ഞെടുപ്പിനെ സമ്പൂർണ്ണമായി രാഷ്ട്രീയമായി നേരിടാനായിട്ട് CPM തീരുമാനിച്ചിരിക്കുന്നതിൻ്റെ ഒരു ലക്ഷണമായിട്ടോ പ്രതീകമായിട്ടോ മാത്രമാണ് M സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ കാണേണ്ടത്. അതിന് പല ഫാക്ടേഴ്സ് അവർക്ക് ഇപ്പം അനുകൂലമായിട്ട് വരുന്നുണ്ട്. ആ തീരുമാനമെടുത്തതിൻ്റെ ഫലമായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ അൻവർ പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റ് വന്നത്. അൻവറിന് മൃതസഞ്ജീവനി കൊടുത്തത് M സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വമാണ്. എന്നിട്ട് എഴുന്നേറ്റ് നിന്നിട്ട് അടിക്കുന്ന ആർക്കെതിരെയാണ് അടി? UDF-നെ അടിക്കുകയാണ്. UDF-ൻ്റെ എല്ലാവിധമായിട്ടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. UDF ആണ് എന്നെ ക്ഷണിച്ചത്, ഞാൻ UDF-ൻ്റെ പിന്നാലെ നടക്കുകയായിരുന്നില്ല. UDF എന്നോട് പറഞ്ഞു, ഞാൻ ചെന്നു കഴിഞ്ഞതിന് ശേഷം അവർ ചെയ്തതെന്താണ്? എന്നെ വാലിൽ കെട്ടി അടിക്കുകയാണ് ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി ഞാൻ UDF-ലേക്കില്ല എന്ന് ഇന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്. ചിലപ്പോൾ നമ്മളുടെ വീഡിയോ ഒക്കെ ആൾ കാണാൻ തുടങ്ങുന്ന സമയത്ത് വേണമെങ്കിൽ അത് മാറി UDF-ൻ്റെ അസോസിയേറ്റ് മെമ്പറാണ് ആര്? അൻവർ എന്ന് പറയുന്ന വാർത്ത ചിലപ്പോൾ വന്നേക്കാം. എന്നുവെച്ചാൽ വാർത്തകൾക്കൊരു സ്ഥിരതയുമില്ലാത്ത ഒരു അന്തരീക്ഷം അൻവർ സൃഷ്ടിച്ചിരിക്കുന്നു. കാരണം അൻവർ ഇന്ന് സംസാരിക്കുന്നതല്ല നാളെ സംസാരിക്കുന്നതായിരിക്കില്ല മറ്റന്നാൾ സംസാരിക്കുന്നത്. അതാണ് വിഷയം. പക്ഷെ 9 വർഷം അൻവർ നിലമ്പൂരിൻ്റെ MLA ആയിരുന്നു 2016 മുതൽ. ഈ ആര്യാടൻ ഷൗക്കത്തിനെ അൻവറിന് തീരെ കണ്ടുപിടിക്കുന്നില്ല. ജോയിയെ തന്നെ VS ജോയിയെ കൊണ്ടുവരണം, ആര്യാടൻ ഷൗക്കത്ത് വേണ്ട എന്ന ഇപ്പോഴും വാർത്താ സമ്മേളനം അല്പം മുൻപ് പറഞ്ഞപ്പോഴും ആര്യാടൻ ഷൗക്കത്തിനെ പിന്തുണയ്ക്കില്ല, അതിന് കാരണങ്ങളുണ്ട്, ആ കാരണങ്ങൾ താൻ തുറന്ന് പറയും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചാൽ അത് അൻവറിന്റെ പരാജയമാണ്. അത് ആര്യാടൻ ഷൗക്കത്ത് തോറ്റുപോയാൽ അത് VD സതീശന്റെ കൂടി പരാജയമാണ്. സതീശന്റെ തലയിൽ അൻവറിന് കുറച്ചുകൂടി കാര്യങ്ങൾ കെട്ടിവെക്കാനുള്ള ഒരു സാഹചര്യം കൂടി അവിടെ ഉടലെടുക്കും എന്നുള്ളതാണ്. അങ്ങനെയാണ് അൻവർ മത്സരിക്കില്ല എന്ന് പറയുമ്പോഴും കുറേ വോട്ടുകൾ പലപ്പോഴും കോൺഗ്രസിന്റെ വോട്ടുകളാണ് അവിടെ LDF-നെ വിജയിപ്പിക്കുന്നത് എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് എങ്കിൽ സ്വരാജിന് വഴി എളുപ്പമാക്കി കൊടുത്തതല്ലേ അൻവർ? അല്ല, അൻവറിൻ്റെ ഇപ്പോഴത്തെ നിലപാട് UDF-നൊപ്പമില്ല, ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നില്ല, കാരണം എൻ്റെ പണമൊന്നുമില്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. ഉടനെ തന്നെ അദ്ദേഹത്തെ ജപ്തി ചെയ്യും എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിച്ചപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ശക്തി എന്ന് പറഞ്ഞാൽ പണമായിരുന്നു. ഇഷ്ടം പോലെ പണമൊഴുക്കിയാണ് ഈ തെരഞ്ഞെടുപ്പ് അദ്ദേഹം പിടിച്ചെടുത്തത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. അങ്ങനെ പണമൊഴുക്കാൻ ഇപ്പോൾ എൻ്റെ കയ്യിൽ പണമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയില്ല എന്തായാലും. കാരണം ആഫ്രിക്കയിലേക്ക് പോയി വൻ ബിസിനസ് നടത്തി ഒരുപാട് പണം ഉണ്ടാക്കിയ ഒരാൾ എന്ന ഖ്യാതിയും അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് പണമില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ പണം ഇല്ല എന്ന് നമ്മളങ്ങനെ പരിപൂർണമായിട്ട് വിശ്വസിക്കേണ്ടതില്ല. പക്ഷേ അയാൾ പറയുന്നതിൻ്റെ ഒരു അർത്ഥം ഇതാണ്, ഇതിനു വേണ്ടി പണം കളയാൻ എൻ്റെ അടുത്ത് പണമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഞാൻ പണം കളയുന്നില്ല എന്ന് മാത്രമേ നമ്മളത് കണക്കാക്കേണ്ടതുള്ളൂ. പക്ഷേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സാന്നിധ്യം UDF-ന് ആവശ്യമാണെന്ന് UDF-നെ ബോധ്യപ്പെടുത്താനായിട്ട് ഉള്ള നീക്കങ്ങളാണ് അദ്ദേഹം ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറയാതെ പറയുന്നൊരു കാര്യമാണ്, ഞാനില്ല നീ ഒന്നും ജയിക്കില്ലടാ, ആര്യാടൻ ഷൗക്കത്തിനെ ജയിപ്പിക്കില്ല, ഞാൻ മാറിക്കഴിഞ്ഞാൽ, ഞാൻ ഈ SDPIയുടെ ഒപ്പം നിന്നാൽ, എൻ്റെ ആളുകളൊപ്പം നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ തോറ്റുപോകും എന്ന് അവരെ പറഞ്ഞ് ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തത്. ഇന്നലെ വരെ അൻവറിനെതിരെ ആഞ്ഞടിക്കുകയാണ് ആര് ചെയ്തുകൊണ്ടിരുന്നത്? UDF-ൻ്റെ നേതാക്കളൊക്കെ ചെയ്തുകൊണ്ട്. ഇന്ന് നേതാക്കളുടെ ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയുന്നില്ല, അവർ നിശബ്ദരായി. അപ്പോൾ ഇത് ഭയങ്കര രസകരമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഒരു ദിവസം ഒരാളെ തല്ലി ഒതുക്കി ഒരിടത്തിടുന്നു, പിറ്റേ ദിവസം മൃതസഞ്ജീവനി കഴിച്ച് എഴുന്നേറ്റ് വന്നിട്ട് തിരിച്ചടിക്കുന്നു. യുദ്ധത്തിൽ വളരെ രസകരമായിട്ടുള്ള ഒരു കാഴ്ചയായിട്ട് നമുക്കല്ലെങ്കിൽ ദ്വന്ദ്വയുദ്ധത്തിലെ രസകരമായിട്ട് കാഴ്ചയെ കണക്കാക്കാം. ഇപ്പോൾ ഇവരൊക്കെ നിശബ്ദരാണ്. UDF-കാരുടെ ശബ്ദം ഇവിടെ സതീശൻ ശബ്ദിക്കാത്ത എന്താണ് ചോദിക്കാൻ? സതീശനൊക്കെ മുങ്ങി. അപ്പോൾ അതിൻ്റെ പ്രശ്നം ഇതാണ്, ഈ തെരഞ്ഞെടുപ്പിൽ M സ്വരാജ് വിജയിക്കുകയാണെന്ന് വിചാരിക്കുക. അതിൻ്റെ സൂചനകൾ എന്തൊക്കെയാണ്? സൂചന, അടുത്ത തെരഞ്ഞെടുപ്പിൽ
മൂന്നാമതും ആര് വരും? പിണറായി വരും എന്നാണ്. അങ്ങനത്തെ ഒരു മെസ്സേജാണ് ഇതുവഴി കൊടുക്കാനായിട്ട് പോകുന്നത്. മാത്രമല്ല UDF ഒരു കാലത്തും ഒരു തെരഞ്ഞെടുപ്പും മര്യാദയ്ക്ക് ജയിക്കാനായിട്ട് കഴിയില്ല. കാരണം തമ്മിൽ തല്ലിൻ്റെ ആശാന്മാരാണ് ഇവർ എന്ന് ഒരിക്കൽ കൂടി ഇവർ കേരളത്തെ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അൻവർ ഈ തെരഞ്ഞെടുപ്പിന് മുന്നിൽ നിൽക്കുന്നത്. അവസാനം അൻവറിൻ്റെ വിജയവും പിണറായി സത്തിൻ്റെ വിജയവും ആയിട്ടിത് മാറിത്തീരുമോ എന്നുള്ളതാണ് ജനങ്ങളുടെ മുന്നിലുള്ള ട്വിസ്റ്റിംഗ് ക്വസ്റ്റ്യൻ എന്നെനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും.